Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പാർട്ടിയിലെ 7 4 മിക്കതും സിമ്പിളായിട്ടുള്ളത് കിട്ടാറുണ്ട്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്? ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിയിരിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വരാറുള്ളതാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് വരാറുള്ളതാണ്. ദെൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഡയഗ്നോസ്റ്റിക് ടൂൾസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 വെയിറ്റേജിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്? വീണ്ടും പ്രതീക്ഷിക്കാം. അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ മുമ്പ് നിർബന്ധമായും പഠിക്കണം. മൂവിങ് ടു നമ്പർ 4, റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റിനെ പറ്റിയിട്ട് ചോദിക്കാറുള്ളതാണ്. ഹൗ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ decision making. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ബേസിക് കൺസെപ്റ്റ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതീക്ഷിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക് ബേസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക്സ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റിയുള്ള ചോദ്യം വരാറുള്ളതാണ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? അതിൻ്റെ ഫീച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്സ് വരാം, എലമെൻറ്റ്സ് വരാറുണ്ട്. ഓക്കെ, നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് റെസിജ്വൽ ഇൻകം എന്താണ്? ദെൻ മറ്റൊരു ചോദ്യം കോസ്റ്റ് സെൻറ്റർ എന്താണ്? അതുപോലെ തന്നെ പ്രോഫിറ്റ് സെൻറ്റർ എന്താണ്? ഇതിലേതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. ദെൻ റിസ്കിനെ പറ്റിയിട്ടുള്ളതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ് നോക്കിയിരിക്കണം. ദെൻ വാരിയൻസ് എന്താണ്? ദെൻ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്? മാർജിനൽ കോസ്റ്റിംഗ് കൺസെപ്റ്റ് ബേസ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ് നോക്കി വെച്ചോളൂ. പിന്നെ സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് റിപ്പീറ്റ് ആണ് കേട്ടോ. എന്താണ് CVP അനാലിസിസ് എന്താണ്?
അതും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ്. ദെൻ പെർഫോമൻസ് മെഷർമെന്റ് എന്താണ്? ദെൻ ലാസ്റ്റ് ഒരു സജഷനും കൂടി നൽകുകയാണെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നിർബന്ധമായും ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. സോ ഒരാദ്യം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആണ് ഞാൻ പറഞ്ഞു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലിമിറ്റേഷൻസ്, ഫങ്ഷൻസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് നോക്കുക. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സീറോ ബേസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിനെ പറ്റിയിട്ട് നോക്കണം. മാർക്കറ്റ് റിസ്ക് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, സ്റ്റെപ്സ്, എലമെൻറ്റ്സ്, റെസിജ്വൽ ഇൻകം, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, പിന്നെ റിസ്ക്ലെസ്, സിസ്റ്റമാറ്റിക്, അൺസിസ്റ്റമാറ്റിക്, മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, വാരിയൻസ് എന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങിലെ ടേമുകൾ നോക്കാം കേട്ടോ. സോഷ്യൽ ബെനിഫിറ്റ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, CVP, BIP, മറ്റു കാര്യങ്ങളൊക്കെ ടേംസ് നോക്കിയോളൂ. കോൺട്രിബ്യൂഷൻ എന്താണ്, BIP എന്താണ്, അതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. കോൺട്രിബ്യൂഷൻ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതൊക്കെ നോക്കേണ്ടതാണ് കേട്ടോ. പെർഫോമൻസ് മെഷർമെൻറ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. 4 എണ്ണത്തിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. നെക്സ്റ്റ് വരുന്നത് ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.